പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. കത്തുന്ന വേനലിന് കുളിരേകി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലഭിക്കുന്ന വേനൽ മഴ കർഷകർക്ക് മാത്രമല്ല വൈദ്യുതി വകുപ്പിനും ആശ്വാസം നൽകുന്ന കാര്യമാണ്. ചൂട് കുറയുന്നതോടെ വൈദ്യുതിയുടെ ഉപയോഗത്തിലും കുറവ് വരും. തുടർച്ചയായി വേനൽമഴ പെയ്ത ഇടങ്ങളിൽ ജലസ്രോതസ്സുകൾ നേരിയ തോതിലെങ്കിലും ഒഴുക്ക് വീണ്ടെടുത്തിട്ടുണ്ട്. വേനൽമഴ തുടർന്നാൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് ഒഴിവാകും. വേനൽ കത്തിക്കയറുന്നത് ഹൈറേഞ്ചിലെ കർഷകർക്ക് മാത്രമല്ല വൈദ്യുതി വകുപ്പിനും ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിക്കുകയും അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴുകയും ചെയ്യുന്നതാണ് ഈ ആശങ്കയുടെ അടിസ്ഥാനം. അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് മാത്രമല്ല, വൈദ്യുതിയുടെ ഉപയോഗം കുത്തനെ കൂടുന്നതും വൈദ്യുതി വകുപ്പിന്റെ ചങ്കിടിപ്പേറ്റുന്ന കാര്യമാണ്. പോയ വർഷം വൈദ്യുതി വകുപ്പ് ഇക്കാര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. വേനൽ കത്തിക്കയറി അന്തരീക്ഷ താപനില ഉയരുന്നതോടെ ചൂട് കുറയ്ക്കാൻ ആളുകൾ പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കും. എയർ കണ്ടീഷൻ, കൂളറുകൾ, ഫാൻ എന്നിവയുടെ ഉപയോഗം ക്രമാതീതമായി ഉയരും. ഇത് വൈദ്യുതി വകുപ്പിന് അത്ര ശുഭകരമായ കാര്യമല്ല. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഹൈറേഞ്ചിന്റെ ഒട്ടുമിക്ക ഇടങ്ങളിലും വേനൽമഴ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അന്തരീക്ഷ താപനില കുറയുന്നതോടെ ആളുകൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവിലും കുറവ് വരും. നമ്മുടെ വളരെയധികം ചൂട് കൂടി അന്തരീക്ഷ താപനില 40-നും മുകളിലേക്ക് പോയി. ഹൈറേഞ്ചിലാണെങ്കിൽ പോലും വളരെ ചൂട് കൂടിയെന്ന ഒരു സമയത്താണ് വേനൽമഴ കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, വൈദ്യുതി ഉപയോഗം വളരെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. AC വർക്ക് ചെയ്യുന്നു, ഫാനില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം, ഇതുപോലെയുള്ള വളരെ വലിയ രീതിയിലുള്ള ഉഷ്ണം ശമിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് കറണ്ട് ഉപയോഗിക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. അതെല്ലാം കുറച്ചൊരു ശമനം കിട്ടിയിട്ടുണ്ട്. വേനൽ കത്തിക്കയറുന്ന സാഹചര്യത്തിലും അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴേക്ക് പോകുന്ന സാഹചര്യത്തിലും വൈദ്യുതി ഉപയോഗത്തിന്റെ കാര്യത്തിൽ നേരിയ തോതിലെങ്കിലും കുറവ് വന്നാൽ അത് വൈദ്യുതി വകുപ്പിന് ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വേനൽ മഴയെ വൈദ്യുതി വകുപ്പ് പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഡിസംബറിന് ശേഷം മഴ പൂർണ്ണമായി മാറുകയും പകൽച്ചൂട് വർദ്ധിക്കുകയും ചെയ്തതോടെ ജലസ്രോതസ്സുകൾ പലതും വളരെ പെട്ടെന്ന് വരണ്ടു. ചെറിയ അരുവികളും തോടുകളുമെല്ലാം പൂർണ്ണമായി തന്നെ വറ്റി. ഇതോടെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വലിയ തോതിൽ കുറഞ്ഞു. തുടർച്ചയായി വേനൽമഴ പെയ്ത ഇടങ്ങളിൽ ജലസ്രോതസ്സുകൾ നേരിയ തോതിലെങ്കിലും ഒഴുക്ക് വീണ്ടെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വേനൽമഴ ശക്തമായാൽ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് ഒഴിവാകുമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ പ്രതീക്ഷ. അഖിൽ രാമചന്ദ്രൻ, ഇടുക്കി വിഷൻ, അടിമാലി. പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.